ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ചെറുപുഴ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS പൊതുസഭാ യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും കുണ്ടന്തടം ഏഞ്ചൽ സ്കൂൾ അധ്യാപിക സ്മിത ടീച്ചർ, ബാലസഭ ചിത്രകഥയിൽ വിജയിച്ച പ്രണവ് പ്രകാശ്, ബാലസഭ ഫോട്ടോഗ്രാഫിയിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏഡൻ ജോസ് ലാലു എന്നിവരെ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇലയടത്ത്, KP സുനിത, ജോയ്സി ഷാജി, KD പ്രവീൺ, രേഷ്മ വി രാജു, രജിത സജി, സജിനി മോഹൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ TK ഷീജ നന്ദി രേഖപ്പെടുത്തി. കേരളത്തിലെ കുടുംബശ്രീ എന്നത് അഭിമാനത്തോടെ അവർ പറയുന്ന ഇന്ത്യയുടെ ഒന്നാമത്തെ പൗര പറയുന്ന കാഴ്ച നമ്മൾ അഭിമാനത്തോടെ കണ്ടു. കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുമ്പം കുറെ പേർ കുടുംബശ്രീ അതിപ്പം എന്താണ് 4 പെണ്ണുങ്ങള് കൂട്ടം കൂടിയിരുന്ന് കുറ്റം പറഞ്ഞ് കുഴപ്പം പറഞ്ഞ് ആക്കാനെന്നുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കാര്യമുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം കളിച്ച നാടായിരുന്നു. നമ്പൂരി കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പുറത്തേക്ക് വരാൻ അധികാരമില്ലാത്ത ഒരു കാലമുണ്ട്. അവിടെയാണ് EMS-ഉം VT ഭട്ടതിരിപ്പാലും ഒക്കെ ചേർന്ന് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം അവതരിപ്പിച്ചു. എല്ലാ കാലത്തും അടുക്കളയിൽ തീയും അതിന്റെ പുകയും ഒക്കെ കൊണ്ട് സ്ത്രീകൾ നിൽക്കണമെന്ന് തോന്നിയ ഒരു സാഹചര്യം ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ പറ്റി പറഞ്ഞില്ലേ, തൊട്ടുകൂടാത്തവർ, തെണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടൻ അഹോജാതിക്കോമരങ്ങളാണ്. സ്ത്രീകൾക്ക് ഒരു തരത്തിലും സാമൂഹ്യ രംഗത്താകട്ടെ മറ്റു രംഗത്താകട്ടെ ഇടപെടാൻ സാധിക്കില്ല. അവർക്ക് അത്രയൊക്കെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ മതി എന്ന നിലയിൽ തോന്നുന്ന ഒരു നിലയിലേക്ക് വന്നിടത്തു നിന്ന് നമ്മുടെ ദ്രൗപദി മുർമു കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനോട് വന്നത് നമ്മുടെ നാടാകെ ലോകമാകെ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ടൊക്കെ ഭ്രൂണഹത്യ ലോകത്ത് പല സ്ഥലത്തും നടക്കുന്നത് ഒരു പെൺകുട്ടി ജനിച്ചാൽ അത് ആ വീടിന്റെ ശാപമാണ് എന്ന് ധരിച്ച് പറഞ്ഞ ഒരു ബോധം ഈ നാട്ടിലാകെ ഉയർത്തിക്കൊണ്ടുവന്ന സ്ഥലത്തു നിന്ന് മാറി ഒരു പെണ്ണായിട്ട് ജനിക്കണം, ഒരു പെണ്ണായിട്ട് ജനിക്കുന്നതാണ് അഭിമാനമെന്ന് തോന്നുന്ന നിലയിലേക്ക് ഈ നാടിനെ എത്തിച്ചതിൽ, ഈ ലോകത്തെ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പ്രസ്ഥാനത നിങ്ങൾക്ക് സംശയമുണ്ട്. ക്യാമ്പും MECയുടെ നേതൃത്വത്തിൽ GOT-കളും സംഘടിപ്പിക്കുന്നു. DDO GK വഴി കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനവും നൽകി. തളിപ്പറമ്പിൽ വെച്ച് നടന്ന സോപ്പ് നിർമ്മാണ പരിശീലനത്തിൽ 8ാം വാർഡിൽ നിന്നുമുള്ള കുടുംബശ്രീ അംഗങ്ങൾ, K4 കെയറിന്റെ പരിശീലനത്തിൽ 16ാം വാർഡിലെ കുടുംബശ്രീ അംഗവും, പലഹാര നിർമ്മാണ പരിശീലനത്തിൽ 17, 19 വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പാരൽ പാർക്ക് 2022-ൽ പ്രവർത്തനം ആരംഭിച്ച അപ്പാരൽ പാർക്ക് കുറെ നാളായി സജീവമായിരുന്നില്ല. വിവിധ കാരണങ്ങളാൽ സംരംഭത്തിലെ അംഗങ്ങൾ പിരിഞ്ഞു പോയത് ഇതിന്റെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ അപ്പാരലിന്റെ പ്രവർത്തനം വീണ്ടും ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന 2 പേർക്ക് പുറമെ പുതുതായി 8 പേരെ കൂടി ഉൾപ്പെടുത്തി അപ്പാരലിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിന്റെ 75ാം വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ, മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യവും. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ്. സന്ദർശിക്കുക. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.